അലർജിയുള്ള ആളുകൾക്ക് ബ്രീത്തിങ് എക്സസൈസ് വഴി അലർജി നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ട്. എന്നാൽ അലർജിയുടെ ഭാഗമായിട്ട് മൂക്കടപ്പുള്ള അധികം ആളുകൾക്കും ഇങ്ങനെ ബ്രീത്തിങ് എക്സസൈസ് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റാറില്ല. അതുപോലെ തന്നെ വളരെ സിവിയർ ആയിട്ടുള്ള ആസ്മയുള്ള ആളുകൾക്കും നമ്മൾ പറഞ്ഞ പല ബ്രീത്തിങ് എക്സസൈസും ചെയ്യാൻ പറ്റാറില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ച് മൂക്കടപ്പുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബ്രീത്തിങ് എക്സസൈസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയ രീതിയിൽ മൂക്കടപ്പ് ഉള്ളെങ്കിൽ നിങ്ങൾ മൂക്കിലൂടെ തന്നെ ശ്വാസം എടുത്തിട്ട് വായിലൂടെ തന്നെ വിടാൻ ശ്രമിക്കുക. കുറച്ച് നേരം മൂക്കിലൂടെ ശ്വാസം എടുക്കുക, കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്യുക. അധിക സമയം ചെയ്യേണ്ട. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വായിലൂടെ തന്നെ പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടാവുന്നതാണ്. സിവിയർ ആയിട്ടുള്ള മൂക്കടപ്പുണ്ടെങ്കിൽ വായിലൂടെ പതുക്കെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അതുപോലെ തന്നെ പതുക്കെ വായിലൂടെ തന്നെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വിടാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. ഈ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. നെക്സ്റ്റ് എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നമ്മൾ രണ്ട് സൈഡിലേക്കും കൈ ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി വെക്കേണ്ടതാണ്. തിരിച്ച് നമ്മൾ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് തന്നെ കൈ നേരെ വെക്കേണ്ടതാണ്. ഉദാഹരണമായിട്ട് ഇങ്ങനെ ചെയ്യാം. നമ്മൾ പറഞ്ഞ എക്സസൈസുകൾ ഓരോന്നും 10 തവണ വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. എക്സസൈസ് സ്ട്രെച്ചിങ് എക്സസൈസ് ആണ്. അത് നമ്മൾ 3 ലെവലിലായിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് നമ്മൾ നേരെ ചെസ്റ്റിന് നേരെ നിന്നിട്ട് സ്ട്രെച്ച് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ നെറ്റിയുടെ മുകളിൽ സ്ട്രെച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ തലയുടെ മുകളിൽ സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിലാണ് ഈ എക്സസൈസ് വരുന്നത്. ഇത് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് മൂക്കിലൂടെ ശ്വാസം എടുത്തിട്ട് വായിലൂടെ വിടാവുന്നതാണ്. അത് ബുദ്ധിമുട്ടാണെങ്കിൽ വായിലൂടെ തന്നെ ശ്വാസം എടുത്തിട്ട് വായിലൂടെ തന്നെ വിടാൻ ശ്രമിക്കേണ്ടതാണ്. സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്വാസം ഉള്ളോട്ട് എടുക്കാൻ ശ്രമിക്കുക. സ്ട്രെച്ച് നമ്മൾ റിലീവ് ചെയ്യുന്ന സമയത്ത് ശ്വാസം പുറത്തേക്ക് വിടാനും ശ്രമിക്കേണ്ടതാണ്. ഉദാഹരണമായിട്ട് ഇങ്ങനെ ചെയ്യാം. ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ എക്സസൈസ് നമ്മൾ നെറ്റിയുടെ മുകളിലായിട്ടുള്ള സ്ട്രെച്ചിങ് എക്സസൈസ് ആണ്. അതിങ്ങനെ ചെയ്യാം. മൂന്നാമത്തത് നമ്മൾ തലയുടെ മുകളിലേക്ക് നമ്മൾ കൈ സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിൽ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ ചെസ്റ്റിന്റെ കപ്പാസിറ്റി കൂടുതലായിട്ട് എക്സ്പാൻഡ് ആവുകയാണ്. മാത്രമല്ല നമ്മൾ കൂടുതൽ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒന്ന് റിലാക്സ് ആയതുപോലെ തന്നെ കൂടുതൽ ഓക്സിജൻ നമ്മളെ ബോഡിയിലേക്ക് എത്തുകയാണ്. ഇത് അലർജി മാത്രമല്ല, അലർജി, ആസ്മ, ഈവൻ സ്കിൻ അലർജി ഉള്ള ആളുകൾക്ക് വളരെ എഫക്റ്റീവ് ആണ്. കാരണം നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്ന ഓക്സിജന്റെ കണ്ടന്റ് നല്ല രീതിയിൽ കൂടുന്നുണ്ട്. അലർജി ഉള്ള ആളുകൾക്ക് മൂക്കടപ്പ് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ദശയുടെ പ്രശ്നം ഉണ്ടാവും, ടർബിനേറ്റ് ഹൈപ്പർട്രോഫി ഉണ്ടാവും, അഡിനോയിഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇത്തരം ആളുകളൊക്കെ ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് വഴി തന്നെ അവരുടെ ലങ്സിന്റെ കപ്പാസിറ്റി കുറയാതിരിക്കാൻ ഇത് വളരെയധികം എഫക്റ്റീവ് ആണ്. അലർജിയോടൊപ്പം തന്നെ മൂക്കടപ്പുള്ള ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്തോളൂ.